നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു, പ്രദക്ഷിണം വെക്കുന്നു, അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. അതെന്താണ്? അതായത് നമ്മൾ ചുറ്റും വലയം വെച്ചിട്ടല്ലേ ശ്രീകോവിലോട്ട് കടക്കാറുള്ളത്. അതെ, ചില അമ്പലങ്ങളിൽ ഉപദേവതകളുണ്ട്. ഉപദേവതകളെയൊക്കെ സന്ദർശിച്ചിട്ട് വേണം അകത്തോട്ട് പോകാൻ. കാരണം നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് അല്ല ആത്മാവിൻ്റെ പ്രത്യേകതയുണ്ട്. ഒരേപോലെ തന്നെ സ്ഥിരമായ രീതിയിൽ ഒരു സംഭവം ഫോക്കസ് ചെയ്ത് അവിടെ ഒട്ടും സ്റ്റിക്കബിലിറ്റി ഉണ്ടാവും. സ്റ്റിക്കബിലിറ്റി ഉണ്ടായാൽ വളരില്ല, വിഷമങ്ങൾ കൂടുതലുണ്ടാവും. നമ്മളൊരു വസ്തുവിനോടോ ഒരു വ്യക്തിയോടോ സ്ഥിരമായ രീതിയിൽ അസോസിയേറ്റ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ വ്യക്തി അറ്റാച്ച്മെൻ്റ് ആകും. അറ്റാച്ച്മെൻറ്റ് എപ്പോഴും മനുഷ്യർ ദുഃഖം ഉണ്ടാവും. അറ്റാച്ച്ഡ് മൈൻഡിൽ നിന്ന് ഡിറ്റാച്ച്ഡ് മൈൻഡിലേക്ക് ആക്കാൻ പ്രാക്ടീസ് വേണം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ദേവത രൂപസങ്കല്പത്തിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിഗർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഉത്തേജിപ്പിക്കുക. അപ്പോൾ ഉപദേവതയിൽ ഗണപതിയാണ് ഇടത്തെ സൈഡിൽ ഇരിക്കുന്നതെങ്കിൽ അവിടെ തൊഴുമ്പം ഈ ഗണപതി ഭഗവാന്റെ രൂപത്തിൽ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ ഗണപതി ഭഗവാന്റെ പിന്നിൽ ഉദ്ദേശിക്കുന്ന ചില കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറ്റുന്ന വിഘ്നേശ്വരൻ. അപ്പം അകത്തുള്ള ദേവിയാണ് പ്രധാന കോവിലിരിക്കുന്നത്. ദേവിയെ പറ്റി അപ്പോൾ ഓർക്കുന്നില്ല, വിഘ്നേശ്വരൻ മാത്രമാണ്. അത് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യനാവും. അപ്പം വിഘ്നേശ്വരനെ അങ്ങോട്ട് തൽക്കാലത്തേക്ക് മാറ്റി വെച്ച് സുബ്രഹ്മണ്യനായി. അകത്തിരിക്കുന്ന ദേവിയില്ല, ഈ പറയുന്ന വിഘ്നേശ്വരൻ. അത് കഴിഞ്ഞ് അപ്പുറം ശിവൻ ഉപദേവൻ. അവിടെ ആകുമ്പോൾ ഇതൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് ശ്രീകോവിലിട്ട് കയറുമ്പോഴോ മറ്റൊന്നുമില്ല, ഇത് മാത്രമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് മനസ്സിനെ പരിപക്വമാക്കാനുള്ള ഡെലിബറേഷൻസാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.